വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് മെനക്കേടുള്ള സംഭവമായിരുന്നു ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനിന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഈസി ടു മേക്ക് ഫ്രം സ്ക്രാച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റ് ലഡു. ഇത് കാണുന്ന ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. അധികം സമയവും എടുക്കത്തില്ല. പ്രെപ്പ് ടൈമും കുക്ക് ടൈമും എല്ലാം കൂടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കത്തുള്ളൂ. സോ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ക്യാരറ്റ്, ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ പിസ്ത അത് നുറുക്കിയെടുത്തത്, 1/2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 1 ടേബിൾ സ്പൂൺ ആൽമണ്ട്സും നുറുക്കിയത്, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക. ഇനി ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കുക്ക് ആവത്തുമില്ല. മാത്രമല്ല ലഡുവിൻ്റെ ആ ഒരു നല്ല ടെക്സ്ചർ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് വളരെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കിങ്ങിനൊന്നും അധികം സമയം എടുക്കത്തില്ല. ഇതിൻ്റെ കളർ ഒരു ബ്രൈറ്റ് ഓറഞ്ചിൽ നിന്ന് ഒരു ഫെയ്ഡഡ് ഓറഞ്ചിലേക്ക് മാറും. അതാണ് ഇത് കുക്കായിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളം. ഇപ്പോൾ കുക്കായിട്ടുണ്ട് ക്യാരറ്റ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും ഇതൊന്ന് കുഴഞ്ഞു കിട്ടും. അതിലേക്ക് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം. ഏലക്കയും കൂടെ ഒക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള, ഇപ്പം തന്നെ കോരി കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു നല്ല മണം വരും. ഇതിലേക്ക് പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. പാൽപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഇതിൽ മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ശരിക്കും. ഇതിൻ്റെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും, എന്നെങ്കിൽ നല്ല മോയിസ്റ്റും ആണ്. അപ്പോൾ ഇനിയും ഡ്രൈനെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് കൈകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടി വയ്ക്കാം. ഒരു പിസ്ത ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് ഗാർണിഷും കൂടി ചെയ്തെടുക്കാം. ക്യാരറ്റ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. സോ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.